വഖഫ് ബോർഡ് പ്രവർത്തനം മരവിപ്പിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിൽ സർക്കാർ നിലപാടിനെതിരെ കടുത്ത വിമർശനവുമായി വഖഫ് ബോർഡ്. കോടതി ഉത്തരവ് ബിജെപിയും സർക്കാരും തമ്മിൽ ഒത്തുകളിച്ചതിന്റെ ഫലമായി ഉണ്ടായതാണ് എന്ന് വഖഫ് ബോർഡ് അംഗം ഉമർ ഫൈസി ആരോപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വഖഫ് നിയമത്തെ ചോദ്യം ചെയ്ത് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കെയാണ് ഹൈക്കോടതിയിൽ ഈ നിലപാട് സ്വീകരിച്ചത്. സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഉത്തരവ് വിഷയത്തിലാണ് ഇപ്പോൾ വഖഫ് ബോർഡ് സംസ്ഥാന സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ബി.ജെ.പി. നേതാവ് ഷോൺ ജോർജിന്റെ പരാതിയിലാണ് ഹൈക്കോടതി ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്ന സമയത്ത് സർക്കാർ അഭിഭാഷകൻ ഷോൺ ജോർജിന്റെ ആവശ്യത്തിന് ഈ പരാതിക്കാരനൊപ്പം നിന്നു. ആ ആവശ്യത്തിനോട് അനുകൂലിച്ച് നിലപാട് കോടതിയിൽ എടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം. ഇത് ഈ ഷോൺ ജോർജും ബി.ജെ.പി. നേതൃത്വവും സംസ്ഥാന സർക്കാരും ഒത്തുകളിച്ചാണ് ഇത്തരമൊരു പരാതി തന്നെ ഹൈക്കോടതിയിലേക്ക് വന്നിട്ടുള്ളത് എന്നാണ് സംസ്ഥാന നേതാവും വഖഫ് ബോർഡ് മെമ്പർ കൂടിയായ ഉമർ ഫൈസി മുക്കം ആരോപിക്കുന്നത്. ഭരിക്കുന്ന സർക്കാരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നതും ഒരു വിശേഷമാണ്. ഈ കേസിന്റെ ഒരു പ്രത്യേകതയാണ്. അവരുടെ ഒത്തുകളിയാണ്. അന്യായക്കാരനും സർക്കാരും ഒത്തുകൂടിയിട്ടുള്ള ഒരു കളിയാണ് കളിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മുസ്ലിങ്ങളെ എത്രത്തോളം ഉപദ്രവിക്കാൻ കഴിയോ അതൊക്കെ ബി.ജെ.പിയുടെ ഒരു അജണ്ടയാണല്ലോ. ആ അജണ്ടയാണ്. ആ അജണ്ടക്ക് സഹായമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ കേരള സർക്കാരാണ് എന്നുള്ളത് അതിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ്. അതേസമയം വഖഫ് ചുമതലയുള്ള മന്ത്രി ഷംസുദ്ദീൻ ഇതിനെ മറ്റൊരു തരത്തിൽ വിശദീകരിക്കുന്നു. സംസ്ഥാന വഖഫ് ബോർഡ് കേന്ദ്ര വഖഫ് നിയമത്തിനനുസരിച്ച് പുനഃസംഘടിപ്പിക്കണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. അതിനനുസരിച്ചൊരു നിലപാടാണ് ഹൈക്കോടതിയിൽ എടുത്തത് എന്നുള്ളതാണ് ഷംസുദ്ദീന്റെ വിശദീകരണം. നിയമാനുസൃതം നോംസ് പ്രകാരം ഈ വഖഫ് ബോർഡിലേക്ക് ഓരോരുത്തരെ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഓരോ കോട്ടയിൽ നിന്നാണ് അതിലേക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രകാരമല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ഗവൺമെൻറ് പുനഃസംഘടിപ്പിച്ച വഖഫ് ബോർഡിനെ കുറിച്ചുള്ള ആക്ഷേപം. അപ്പോൾ ഞങ്ങൾ അത് കൃത്യമായി പാലിച്ചുകൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിലിരിക്കുന്ന കാര്യമല്ലോ, പാലിച്ചുകൊണ്ട് പുനഃസംവിധാനം ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് ഗവൺമെൻറ് ഒരുക്കമാണ് എന്ന് അറിയിക്കുകയും ചെയ്തു. കേന്ദ്ര വഖഫ് നിയമത്തിനെതിരെ LDF UDF കക്ഷികളൊക്കെ നിലപാടെടുത്തതാണ്. പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് വഖഫ് നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ചും മുസ്ലിം ഇതരരായ രണ്ടാളുകളെ ബോർഡിൽ നിയമിക്കണമെന്നുള്ള പുതിയ നിയമത്തിലെ വകുപ്പുകൾ ഉൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. എന്നിരിക്കെ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് ബി.ജെ.പി. നേതൃത്വത്തിൻ്റെ ഒരു ആവശ്യം അല്ലെങ്കിൽ അത്തരമൊരു കോടതിയിൽ അത്തരമൊരു അനുകൂലം നിലപാടെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ഏതായാലും പല മുസ്ലിം സംഘടനകൾക്കും സമാനമായ രീതിയിലുള്ള എതിർപ്പും വിയോജിപ്പും വിഷയത്തിലുണ്ട്. വഖഫ് ബോർഡ് ചെയർമാനും ഇതിൽ ശക്തമായ വിയോജിപ്പുകളുണ്ട്. ഇക്കാര്യത്തിലുള്ള സംസ്ഥാന സർക്കാർ നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ടെന്നാണ് വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.